ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി ആണ്. അപ്പോൾ അതിൽ നമുക്ക് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്താണെന്നുള്ളത് നോക്കാം. ദെൻ അതിലേതൊക്കെ പാർട്ടീസാണ് ഇൻവോൾവഡ് ആയിട്ടുള്ളത് എന്ന് നോക്കാം. പിന്നെ ടു പാർട്ടീസിൻ്റെയും റൈറ്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്നുള്ളത് പറയാം. അപ്പം അതിന് മുൻപായിട്ട് ഇൻഡെംനിറ്റി എന്താണെന്നുള്ളത് നോക്കാം. ഇൻഡെംനിറ്റി മീൻസ് ആൻ ആക്ട് ടു കോമ്പൻസേറ്റ് ഓർ പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് ലോസ് ഓർ മേക്ക് ഗുഡ് ദ ലോസ്. അപ്പം എന്താ ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ആക്ട് ടു കോമ്പൻസേറ്റ് ഓർ പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് ലോസ്. അപ്പം നഷ്ടപരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം നികത്താനോ പരിരക്ഷിക്കാനോ അല്ലെങ്കിൽ മേക്ക് ഗുഡ് ദ ലോസ് ആ നഷ്ടം നല്ലതാക്കാനോ ഉള്ള ഒരു പ്രവൃത്തി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പ്രോമിസസ് ടു ഇൻഡെംനിഫൈ ഓർ കോമ്പൻസേറ്റ് എ പേഴ്സൺ ഫ്രം ലോസ്. അപ്പം നഷ്ടത്തിൽ നിന്ന് ഇപ്പോൾ ഒരാൾക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ നഷ്ടത്തിൽ നിന്ന് അവരെ പരിരക്ഷിക്കാമെന്നോ അല്ലെങ്കിൽ ആ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കാമെന്നോ പ്രോമിസ് ചെയ്യുന്നതിനെയാണ് പ്രോമിസ് ചെയ്യുക. അപ്പം അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 124 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സേസ് ദാറ്റ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 124 പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോൺട്രാക്റ്റ്, അതൊരു കരാറാണ്, ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദ അതേഴ്സ് ഫ്രം ലോസ് കോസ്ഡ് ടു ഹിം by the conduct of the promiser himself or by the conduct of any other persons. അപ്പോൾ എന്താ ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോൺട്രാക്റ്റ് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു സേവ് ദ അതർ. അപ്പോൾ ഒരാൾ മറ്റൊരാളെ സേവ് ചെയ്യുന്നു, എന്തിൽ നിന്ന്? ഫ്രം ലോസ് കോസ്ഡ് ടു ഹിം by the conduct of the promiser himself or by the conduct of any other person. അപ്പോൾ പ്രോമിസറുടെ പെരുമാറ്റം മൂലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെ ആ ഒരു പെരുമാറ്റത്തിലൂടെ ഇപ്പോൾ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ തനിക്ക് സംഭവിച്ച നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കാമെന്ന് ഒരാൾ മറ്റൊരാൾക്ക് വാഗ്ദാനം നൽകുന്ന കരാറാണ് എന്ത്, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ആ പ്രോമിസ് നൽകുന്ന വാഗ്ദാനം നൽകുന്ന ആളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെ ഭാഗത്തു നിന്നോ അവരുടെ പെരുമാറ്റത്തിലൂടെയോ ഒരു വ്യക്തിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ തനിക്ക് വന്ന നഷ്ടത്തിൽ നിന്ന് അയാളെ സേവ് ചെയ്യാമെന്ന് സംരക്ഷിക്കാമെന്ന് ഒരാൾ മറ്റൊരാൾക്ക് വാഗ്ദാനം കൊടുക്കുക. അപ്പോൾ അതിനെ ആ ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ദ പ്രോമിസി അഗെയിൻസ്റ്റ് എനി ആൻറ്റിസിപ്പേറ്റഡ് ഓർ ഫ്യൂച്ചർ ലോസ്. അപ്പോൾ ഭാവിയിൽ വരാവുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു നഷ്ടത്തിൽ നിന്ന്, ആ ഫ്യൂച്ചർ ലോസിൽ നിന്ന്, ആൻറ്റിസിപ്പേറ്റഡ് ലോസിൽ നിന്ന് പ്രോമിസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, സെക്യൂർ ചെയ്യാം, സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം നൽകുക. അതാണ് ഏത് ചെയ്യുന്നത്, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്യൂരിറ്റിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ദ പേഴ്സൺ പ്രോമിസസ് ടു കോമ്പൻസേറ്റ് ദ ലോസ് ഓർ ടു മേക്ക് ഗുഡ് ദ ലോസ് ഈസ് കോൾഡ് ഇൻഡെംനിഫയർ. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയിലെ നമുക്ക് 2 പേഴ്സൺസ് ആണ് വരുന്നത്. ഒന്ന് ഇൻഡെംനിഫയർ ആണ് നമ്മുടെ പ്രോമിസർ എന്ന് പറയുന്നത്, അതായത് പ്രോമിസ് നൽകുന്ന ആള്. ദ പേഴ്സൺ പ്രോമിസസ് ടു കോമ്പൻസേറ്റ് ദ ലോസ്, നഷ്ടം നികത്താമെന്ന് വാഗ്ദാനം നൽകുന്ന ആള് അല്ലെങ്കിൽ നഷ്ടം നല്ലതാക്കാമെന്ന് വാഗ്ദാനം നൽകുന്ന ആള്, അദ്ദേഹത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്, പ്രോമിസർ അഥവാ ഇൻഡെംനിഫയർ എന്ന് പറയുന്നത്. ദെൻ ദ പേഴ്സൺ ഹൂസ് ലോസ് ഈസ് ടു ബി ഗുഡ്,
അല്ലെ? ആരുടെ നഷ്ടമാണോ നമ്മൾ നല്ലതാക്കുന്നത്, ആരുടെ നഷ്ടമാണോ നമ്മൾ നികത്തി കൊടുക്കുന്നത്, ആ വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോമിസി എന്ന് പറയാം. പിന്നെ ഇൻഡംനിഫൈഡ് എന്ന് പറയാം. ഇൻഡംനിറ്റി ഹോൾഡർ എന്നും പറയാം. ഇൻഡംനിറ്റി ഹോൾഡർ എന്നും പറയും. ദെൻ പ്രോമിസി എന്നും പറയും. ഇങ്ങനെ 2 പാർട്ടീസ് ആണ് ഇതിൽ വരുന്നത്? കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയിൽ വരുന്നത്. ദെൻ ഇപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്റ്റ് ദ പ്രോമിസി എഗെയിൻസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ലോസ്. അപ്പം ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ഓർ ഫ്യൂച്ചർ ലോസിൽ നിന്ന് പ്രോമിസീനെ അല്ലെങ്കിൽ ഇൻഡംനിറ്റി ഹോൾഡറെ അല്ലെങ്കിൽ ഇൻഡംനിഫൈഡ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഏതിൻ്റെ ഒബ്ജക്റ്റ് വരുന്നത്? കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയുടെ ഒബ്ജക്റ്റ് വരുന്നത്. ഇപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഫയർ ഇൻഷുറൻസും മറൈൻ ഇൻഷുറൻസ് ഒക്കെ എന്താണ്? കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി ആണ്. അതേസമയം ദർ ഈസ് നോ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി ഇൻ കേസ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. കോൺട്രാക്റ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഒരിക്കലും എന്തല്ല? കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി അല്ല. ദെൻ സെക്ഷൻ 124 കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ദ സെക്ഷൻ 24 ഓഫ് ദ ആക്ട് ഡസ് നോട്ട് ഗിവ് ആൻ എക്സോസ്റ്റീവ് ഡെഫിനേഷൻ ഓഫ് ഇൻഡംനിറ്റി കോൺട്രാക്റ്റ്. പക്ഷേ ഇൻഡംനിറ്റി കോൺട്രാക്റ്റ് നഷ്ടപരിഹാര നിയമമാണ്, കരാറാണ്, നിയമമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ, ഒരു എക്സോസ്റ്റീവ് ഡെഫിനിഷൻ ഏത് നൽകുന്നില്ല? ഈ ഒരു വകുപ്പ് 124 വകുപ്പ് നൽകുന്നില്ല. അപ്പോൾ 124 വകുപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി എക്സ്പ്രസ് പ്രോമിസ് വിച്ച് വിൽ ബി ഇൻഡംനിഫൈഡ്. എക്സ്പ്രസ് പ്രോമിസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇൻഡംനിഫൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ദ ആക്ട് പ്രൊവൈഡ് ഫോർ കോമ്പൻസേഷൻ ഫോർ ലോസസ് arising from the conduct of the promiser or any other person. പ്രോമിസറുടെയോ മറ്റേതെങ്കിലും വ്യക്തിയുടെയോ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളാണ് ഏത് ചെയ്യുന്നത്? കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു നിയമത്തിലൂടെ. ഇറ്റ് ഡസ് നോട്ട് റെഫർ ടു കേസ് where loss arises from accident and events not depending on the conduct of promiser or any other person. അപ്പോൾ പ്രോമിസറുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെയോ പെരുമാറ്റം മൂലം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവൃത്തി മൂലമല്ലാതെ ഉണ്ടാകാവുന്ന ആക്സിഡൻസും ഇവൻസുകളൊന്നും തന്നെ ഏതിൻ്റെ പരിധിയിൽ വരുന്നില്ല? ഈ ഒരു സെക്ഷൻ 124 വകുപ്പിന് കീഴിലെ വരുന്നില്ല. അപ്പോൾ ഇവിടെ ഹ്യൂമൺ ഏജൻസിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്, ഹ്യൂമൺ ഏജൻസിയുമായി അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന സംഭവങ്ങളാണ് ഏതിനെ കീഴിൽ വരുന്നത്? ഈ ഒരു ആക്ടിനെ കീഴിൽ വരുന്നത്. ഇറ്റ് ഡസ് നോട്ട് റെഫർ ടു കേസ് വെർ ലോസസ് അറൈസിങ് ഫ്രം ആക്സിഡൻറ്റ് ആൻഡ് ഇവൻറ്റ്സ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടാക്ട് ഓഫ് പ്രോമിസർ ഓർ എനി അതർ. അതായത് ഇവിടെ കേസ് where loss arises from accident event not depending on the conduct from the operation of law even in the absence of express promise. അപ്പോൾ അതൊരു ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. ദെൻ ഇംപ്ലൈഡ് പ്രോമിസസ് ടു ബി ഇൻഡംനിഫൈഡ്. അതുപോലെ തന്നെ ഇവിടെ ഇംപ്ലൈഡ് പ്രോമിസസും ഏതിൽ വരുന്നില്ല? ഈ ഒരു വകുപ്പിൻ്റെ കീഴിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെക്ഷൻ 124 ഒരു എക്സോസ്റ്റീവ് ഡെഫിനിഷൻ നൽകുക. അപ്പോൾ എക്സ്പ്രസ് പ്രോമിസ് ഇൻഡംനിഫൈ ചെയ്യും, പിന്നെ പ്രോമിസറുടെയോ മറ്റേതെങ്കിലും വ്യക്തികളുടെയോ, അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ അവരുടെ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലൂടെ വരുന്ന നഷ്ടം, അവരിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളാണ് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ വരുന്ന ലോസസ് ഒന്നും തന്നെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഇതിൽ പറയുന്നില്ല. അപ്പം ഇത് അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇതിനെ നൽകുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇന്ത്യൻ കോർട്ടുകളെല്ലാം തന്നെ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ലോ ആണ്. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഇംഗ്ലീഷ് ലോ ആണ് ഇന്ത്യൻ കോർട്ടൊക്കെ ഫോളോ ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയും നമുക്ക് ഇൻഡംനിറ്റിനെ കുറിച്ച്. അപ്പോൾ അതൊരു പ്രോമിസാണ്, മറ്റൊരാളെ സേവ് ചെയ്യാം, അയാൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് സേവ് ചെയ്യാം എന്നുള്ള ഒരു പ്രോമിസ്, അതാണ് ഇൻഡംനിറ്റി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നേച്ചർ ഓഫ് ഇൻഡംനിറ്റി കോൺട്രാക്റ്റ് നോക്കാം. ഇൻഡംനിറ്റി കോൺട്രാക്റ്റിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇന്ത്യൻ കോർട്ട് ഫോളോ ദ ഇംഗ്ലീഷ് ലോ ഇൻ റെസ്പെക്ട് ഓഫ് ദ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡംനിറ്റി കോൺട്രാക്ട് ആർ, ഫസ്റ്റ് വൺ പറയുന്നത് എക്സ്പ്രസ് or implied. അതായത് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി മേ ഐദർ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. അതായത് എക്സ്പ്രസ്സും ആവാം, എങ്ങനെയാവാം, ഇംപ്ലൈഡും ആകാം. അപ്പോൾ അതിലെ എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ എന്താണ്, വേർ ദ ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ് ആർ ഐദർ ഇൻ റിട്ടേൺ ഓർ ഇൻ ഓറൽ ഫോം, ഇറ്റ് ഈസ് കോൾഡ് എക്സ്പ്രസ് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി. അപ്പോൾ ഇൻഡംനിറ്റി കോൺട്രാക്റ്റിൻ്റെ ടേംസ് റിട്ടേൺ ഫോമിലോ അല്ലെങ്കിൽ ഓറൽ ഫോമിലോ, വാക്കാലോ രേഖാമൂലമോ അതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത്. ഇനി ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ഇൻഫേർഡ് ഫ്രം ദ circumstances of the cases or from the relationship of the parties. ഇപ്പോൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആ കേസിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ പാർട്ടീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ വരുന്നത്. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് കോളേജിലെ പ്രൊവിഷണൽ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ടാക്സ് അടയ്ക്കാനായിട്ട് എനിക്കിപ്പോൾ കോളേജിൽ പോകാൻ സൗകര്യമില്ലാത്ത ഒരു സമയമായതുകൊണ്ട് എൻ്റെ ടാക്സ് കൂടെ മഞ്ജു മിസ് അടയ്ക്കുന്നു എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കത് പെർഫോം ചെയ്യാൻ സാധിക്കാത്ത, അല്ലേ, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സപ്പോസ് എനിക്ക് വേണ്ടി മഞ്ജു മിസ് അത് അടയ്ക്കുന്നു. അപ്പോൾ എനിക്ക് അപ്പോൾ അവിടെ എന്തുണ്ട്, ദർ ഈസ് ആൻ ഇംപ്ലൈഡ് കണ്ടീഷൻ. അവിടെ ഒരു ഇംപ്ലൈഡ് കണ്ടീഷൻ ഉണ്ട്. എന്ത്, എനിക്ക് വേണ്ടി അത് ഞാൻ അടയ്ക്കേണ്ടതാണ്, എനിക്ക് വേണ്ടി അത് മിസ് ചെയ്യുമ്പോൾ ഞാൻ മിസ്സിനത് ഇൻഡംനിഫൈ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഞാനത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ അത് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ നമുക്ക് വരുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി മഞ്ജു മിസ് ഫീസ് അതിൻ്റെ ആ ടാക്സ് അടയ്ക്കുമ്പോൾ ഞാൻ അത് മഞ്ജു മിസ്സിനെ തിരിച്ച് നൽകണം. മിസ്സിന് അതൊരു, അല്ലേ, എൻ്റെ ടാക്സിൻ്റെ ആ ഒരു എമൗണ്ട് മിസ്സിന് അവിടെ ഒരു ഇത് വരികയാണ്. അപ്പോൾ അത് ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണം. അത് കരാറിൽ നമ്മളിപ്പോൾ വാക്കാലോ രേഖാമൂലമോ ഒന്നും എഴുതി ഇതാക്കണ്ട, എനിക്ക് വേണ്ടി മിസ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് മിസ്സിനെ തിരിച്ച് നൽകേണ്ടതാണ്. അപ്പോൾ അതൊരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി ആയിട്ട് നമുക്ക് പറയാം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് കോമ്പൻസേഷൻ ഓഫ് ലോസ് ആണ്. അപ്പോൾ നഷ്ടം നികത്തി കൊടുക്കുക എന്നുള്ളതാണ് ഏതിൽ ഉദ്ദേശിക്കുന്നത്, ഇൻഡംനിറ്റി കോൺട്രാക്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോർട്ടിൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ദ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി ഇൻക്ലൂഡ് ദ പ്രോമിസ് മെയ്ഡ് ടു ഇൻഡംനിഫൈ ലോസ് കോസ്ഡ് ബൈ ഹ്യൂമൻ ഏജൻസി ആസ് വെൽ ആസ് ബൈ ദ ഇവൻറ്റ് ഓർ ആക്സിഡൻസ് നോട്ട് ഡിപ്പെൻഡിങ് ഇൻ ദ കോൺട്രാക്റ്റ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ഇവിടെ നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബീയിങ്സ് മൂലം, അല്ലേ, നമുക്കിപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് മൂലം നമുക്ക് എന്തെങ്കിലും ലോസസ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ നികത്തി കൊടുക്കാം എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ കോർട്ടിൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോർട്ട് ട്രീറ്റ് ചെയ്യുന്നത് എല്ലാ ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റുകളും കോർട്ട് എന്തായിട്ട് കണക്കാക്കുന്നുണ്ട്, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫയർ ഇൻഷുറൻസ് ആയാലും ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും നമ്മൾ എങ്ങനെയാണ്, നമുക്കൊരു അപകടം ഉണ്ടാകുമ്പോഴാണ് എന്ത് തരുന്നത്, കോമ്പൻസേഷൻ, അല്ലെ, ക്ലെയിം നമുക്ക് കിട്ടുന്നത്. ആ ഇൻഷുറൻസിൻ്റെ ക്ലെയിം നമുക്ക് കിട്ടുന്നത് ആ ഒരു ലോസ്, അല്ലേ, നമുക്ക് ആ ഒരു ഇത് ഇപ്പോൾ ആക്സിഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ അത് ആ ഒരു ഇവൻറ്റ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ലോസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കോമ്പൻസേഷൻ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഹ്യൂമൻ ഏജൻസി മൂലമുണ്ടാകുന്ന
നഷ്ടം നികത്താനുള്ള വാഗ്ദാനമാണ് ഏത് നൽകുക, ആ ഒരു പ്രോമിസാണ് ഏത് നൽകുന്നത്, കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി നൽകുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ, അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ പെരുമാറ്റത്തെ, അതിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത സംഭവങ്ങളും അപകടങ്ങളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ ഇതിൽ നമുക്ക് ചെയ്തു തരും, ഈ ഒരു കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയിൽ ലഭിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ജനറൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റും എന്തായിട്ട് കണക്കാക്കുന്നുണ്ട്, കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി ആയിട്ട് ഇന്ത്യൻ കോർട്ട് കണക്കാക്കുന്നത്. പക്ഷേ ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി കീഴിൽ വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൈഫ് ഇൻഷുറൻസിലെ നമ്മൾ പേയ്മെൻറ്റ് നൽകുന്നത് കൺസിഡറേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ നമുക്ക് ഇൻഷുവേർഡിനെ അല്ലെങ്കിൽ പോളിസി എടുത്ത ആൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമ്പോഴല്ല നമുക്കതിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടും. ലൈഫ് ഇൻഷുറൻസ് നമ്മളൊക്കെ എടുക്കാറുണ്ട് പോളിസി, നമ്മളെങ്ങനെയാണ്, നമ്മളിങ്ങനെ പ്രീമിയം അടച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ആ പ്രീമിയത്തിൻ്റെ അടച്ചു കഴിഞ്ഞാൽ അത് മെച്ചുറാകുന്ന സമയത്ത് നമുക്കത് ഇങ്ങോട്ട് തിരിച്ചു തരിക ചെയ്യുന്നത്. പകരം നമ്മളിപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് നമ്മളൊരു ക്ലെയിം അടയ്ക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ചെലവുകൾ വരുന്ന സമയത്ത് മാത്രമാണ് അവരെന്ത് ചെയ്യുന്നുള്ളൂ, ക്ലെയിം തരുന്നുള്ളൂ, അല്ലെങ്കിൽ അവർ നമുക്കത് തരുന്നില്ല. പക്ഷെ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ അങ്ങനെ, ഇപ്പം നമ്മൾ വെഹിക്കിൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ഒക്കെ വരുമ്പോൾ സമയത്ത് ആക്സിഡൻറ്റ് ഉണ്ടായാലാണ് നമുക്ക് തരുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല അത്. പക്ഷേ ലൈഫ് ഇൻഷുറൻസിൻ്റെ കേസിൽ അങ്ങനെയല്ല, നമ്മൾ പോളിസി അടയ്ക്കുന്നുണ്ട്, അതിൻ്റെ പ്രീമിയം അടയ്ക്കുന്നുണ്ട്, മെച്ചുറാകുമ്പോൾ നമുക്കത് തിരിച്ചു തരും. അപ്പോൾ അവിടെ ഏതാണ്, ഇവിടെ പേയ്മെൻറ്റ് നമ്മൾ നടക്കുന്നത് കൺസിഡറേഷനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ ലോസ് ഇൻഷുർഡിനെ ലോസ് ഉണ്ടാകുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി ആയിട്ട് ലൈഫ് ഇൻഷുറൻസിനെ കണക്കാക്കാത്തത്. അപ്പോൾ കോമ്പൻസേഷൻ നൽകുക, നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് നികത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്, കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി. ദെൻ തേർഡ് ഫീച്ചർ പറയുന്നത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. അതായത് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി എന്ന് പറയുന്നത് മറ്റു കോൺട്രാക്റ്റുകളെ പോലെ തന്നെയാണ്. ഇറ്റ് മസ്റ്റ് ഫുൾഫിൽ ഓൾ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് ലൈക്ക് കൺസിഡറേഷൻ, ഫ്രീ കൺസെൻറ്റ്, കോമ്പിറ്റൻസി ഓഫ് പാർട്ടീസ്, ലോഫുൾ ഒബ്ജക്റ്റ് എക്സെട്ര. അപ്പം ഇവിടെയും എന്ത് വേണം, എല്ലാ ഇതും പാലിച്ചിരിക്കണം. എല്ലാ വാലിഡ് കോൺട്രാക്റ്റിനും ഉണ്ടായിരിക്കേണ്ട എല്ലാ ഇതും ഇതിനെ വേണം, എല്ലാ എസെൻഷ്യൽ ഇലമെൻസും കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിക്കും ഉണ്ടായിരിക്കണം. അപ്പം ഇത്രയാണ് നമുക്കതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് റൈറ്റ് ഓഫ് ആൻ ഇൻഡംനിറ്റി ഹോൾഡർ നോക്കാം. അതായത് ഇൻഡംനിറ്റി ഹോൾഡറുടെ അല്ലെങ്കിൽ ഇൻഡംനിഫൈഡ് അല്ലെങ്കിൽ പ്രോമിസി അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് സെക്ഷൻ 128 ആണ് ഇൻഡംനിഫൈഡിൻ്റെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ സെക്ഷനിൽ നമ്മൾ പറയുന്നത് ആൻ ഇൻഡംനിറ്റി ഹോൾഡർ ക്യാൻ ക്ലെയിം ഡാമേജസ് ഓൺ 4 ഡിഫറെൻറ്റ് ഹെഡ്സ്. അപ്പോൾ 4 വ്യത്യസ്ത ഹെഡുകളിലായിട്ട് അവർക്ക് ആ ഒരു ഡാമേജസ് ക്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പം അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് റൈറ്റ് ടു റിക്കവർ ഡാമേജസ് ആണ്. അപ്പോൾ ഡാമേജസ് റിക്കവർ ചെയ്യാനുള്ള അവകാശം, അതായത് ഇൻഡംനിറ്റി ഹോൾഡർ ക്യാൻ റിക്കവർ ഫ്രം ദ ഇൻഡംനിഫയർ. ഇപ്പം ഇൻഡംനിഫയറിൽ നിന്ന് റിക്കവർ ചെയ്യാം എന്ത്, ഓൾ ഡാമേജസ് വിച്ച് ദ ഇൻഡംനിറ്റി ഹോൾഡർ വാസ് കമ്പൽഡ് ടു പേ. അതായത് ഇൻഡംനിറ്റി കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ എക്സ്പെൻസസ് ആണോ ഇൻഡംനിറ്റി ഹോൾഡർക്ക് നൽകേണ്ടി വന്നിട്ടുള്ളത് ആ എല്ലാ എക്സ്പെൻസസുകളും ഡാമേജസും റിക്കവർ ചെയ്യുന്നതിനുള്ള ഇൻഡംനിഫയറിൽ നിന്ന് അത് റിക്കവർ ചെയ്യുന്നതിനുള്ള ക്ലെയിം ചെയ്യുന്നതിനുള്ള അവകാശം ഇൻഡംനിറ്റി ഹോൾഡർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ അത് റിക്കവർ ചെയ്യണമെങ്കിൽ ദ ഇൻഡംനിഫൈഡ് ഷുഡ് ആക്ട് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഹിസ് അതോറിറ്റി. അപ്പം ഇൻഡംനിഫൈഡ് അദ്ദേഹത്തിൻ്റെ അധികാരപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഈ ഒരു ഓൾ എക്സ്പെൻസസും റീഇംബേഴ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സെക്കൻഡ് വൺ പറയുന്നത് റൈറ്റ് ടു റിക്കവർ കോസ്റ്റ് ആണ്. അതായത് ഇൻഡംനിഫൈഡ് ക്യാൻ റിക്കവർ ഓൾ കോസ്റ്റ് വിച്ച് ഹി വാസ് കമ്പൽഡ് ടു പേ ഇൻ ബ്രിങ്ങിങ് ഓർ ഡിഫൻഡിങ് എനി സ്യൂട്ട് ഇൻ റെസ്പെക്ട് ഓഫ് ദ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയുമായിട്ട് വരുന്ന അതുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കേസുകളൊക്കെ കൊണ്ടുവരുന്നതിനോ അത് കേസുകൾ നൽകുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകൾ പ്രതിരോധിക്കുന്നതിനോ കോസ്റ്റ് ഇൻഡംനിഫൈഡിനെ വന്നിട്ടുണ്ടെങ്കിൽ
അത് ഇൻഡംനിഫയറിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ടായിരിക്കും? ഇൻഡംനിറ്റി ഹോൾഡർക്ക് ഉണ്ടായിരിക്കും. ബട്ട് ദ ഇൻഡംനിറ്റി ഹോൾഡർ ക്യാൻ റിക്കവർ സച്ച് കോസ്റ്റ് ഓൺലി ഇഫ് ഹി ഹാഡ് ആക്റ്റഡ് പ്രുഡന്റ്ലി. ഇപ്പോൾ വിവേകപൂർവമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരിക്കണം ഇൻഡംനിറ്റി ഹോൾഡർ. അതുപോലെ തന്നെ ഹി ഡിഡ് നോട്ട് കോൺട്രാവെൻ ദ ഓർഡേഴ്സ് ഓഫ് ദ ഇൻഡംനിഫയർ. ഇൻഡംനിഫയറുടെ ഓർഡറുകൾ അത് ലംഘിച്ചിട്ടുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഓൺലി ഇഫ് ദ ഇൻഡംനിഫയർ ഓതറൈസ്ഡ് ഹിം ബ്രിങ്ങിങ് ഓർ ഡിഫെൻഡിങ് ദ സ്യൂട്ട്. അപ്പോൾ സ്യൂട്ട് ഡിഫെൻഡ് ചെയ്യുന്നതിനോ അത് നടത്തുന്നതിനോ ഇൻഡംനിഫയർ ഇൻഡംനിറ്റി ഹോൾഡറെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കണം, ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെയാണെങ്കിൽ മാത്രമേ ഇതിന് അയാൾ ചെലവഴിച്ചിട്ടുള്ള ആ കോസ്റ്റ് റിക്കവർ ചെയ്യാനായിട്ട് ഇൻഡംനിറ്റി ഹോൾഡർക്ക് സാധിക്കുള്ളൂ. തേർഡ് റൈറ്റ് പറയുന്നത് റൈറ്റ് ടു റിക്കവർ സംസ് പെയ്ഡ് ആണ്. അതായത് ഇൻഡംനിറ്റി ഹോൾഡർ ക്യാൻ റിക്കവർ ഓൾ ദ സംസ് വിച്ച് ഹി പെയ്ഡ് ഇൻ കോംപ്രമൈസ് ഓഫ് എനി സച്ച് സ്യൂട്ട്. അപ്പം ഇങ്ങനെ ഇൻഡംനിറ്റി കരാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് നൽകിയിട്ട് അത് കോംപ്രമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഡംനിറ്റി ഹോൾഡർ എന്തെങ്കിലും തുക നൽകിയിട്ടുണ്ടെങ്കിൽ ആ തുക ഇൻഡംനിഫയറിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതിന്, അത് റിക്കവർ ചെയ്യുന്നതിനുള്ള റൈറ്റ് ഇൻഡംനിറ്റി ഹോൾഡർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ സച്ച് കോംപ്രമൈസ് ഈസ് നോട്ട് കോൺട്രറി ടു ദ ഓർഡേഴ്സ് ഓഫ് ദ പ്രോമിസർ. പ്രോമിസറുടെ ഓർഡറിന് എതിരായിട്ടുള്ളതാവാൻ പാടില്ല, അത് ലംഘിച്ചുകൊണ്ടുള്ള കോംപ്രമൈസ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ കോംപ്രമൈസ് പ്രുഡൻ്റ് ആയിരിക്കണം. അതായത് പ്രുഡൻ്റ് മീൻസ് അത് വിവേകം ശരിയായിട്ടുള്ളതായിരിക്കണം, വിവേകപൂർവമായിരിക്കണം. ദ പ്രോമിസർ മസ്റ്റ് ഹാവ് ഓതറൈസ്ഡ് ഹിം ടു കോംപ്രമൈസ് ദ സ്യൂട്ട്. സ്യൂട്ട് കോംപ്രമൈസ് ചെയ്യുന്നതിനെ ആരെ ഏൽപ്പിച്ചിരിക്കണം? ഓതറൈസ് ചെയ്തിരിക്കണം. പ്രോമിസിനെ ഓതറൈസ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അയാൾക്ക് ഈ ഒരു റൈറ്റ് ലഭ്യമാവുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് സ്യൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ആണ്. അതായത് ആൻ ഇൻഡംനിറ്റി ഹോൾഡർ ക്യാൻ സ്യൂ ഫോർ സ്പെസിഫിക് പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി. ഇപ്പോൾ ഇൻഡംനിറ്റി കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് നിർവഹിക്കാനായിട്ട് ആർക്കെതിരെ കേസ് കൊടുക്കാം? ഇൻഡംനിഫയർക്കെതിരെ കേസ് പോകാനുള്ള റൈറ്റ് ഇൻഡംനിറ്റി ഹോൾഡർക്ക് ഉണ്ട്. എങ്ങനെയാണെങ്കിൽ ഇഫ് ഹി ഇൻകർ ആബ്സല്യൂട്ട് ലയബിലിറ്റി കൺസേൺഡ് ബൈ ദ ഇൻഡംനിറ്റി കോൺട്രാക്ട്. അപ്പോൾ ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ കോൺട്രാക്റ്റിൻ്റെ പരിധിയിൽ വരുന്നതാണെങ്കിൽ ഇഫ് ഹി ഇൻകർ ആബ്സല്യൂട്ട് ലയബിലിറ്റി കവേർഡ് ബൈ ദ ഇൻഡംനിറ്റി കോൺട്രാക്റ്റ് ആണ്. അപ്പോൾ ആ ഇൻഡംനിറ്റി കോൺട്രാക്റ്റിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ബാധ്യതയാണ് ഇൻഡംനിറ്റി ഹോൾഡർക്ക് വന്നിട്ടുള്ളതെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി എന്തു ചെയ്യാം? ഇൻഡംനിഫയർക്കെതിരെ കേസ് നൽകാനായിട്ട് ഇൻഡംനിറ്റി ഹോൾഡർക്ക് സാധിക്കും. അപ്പം ഇത്രയും റൈറ്റ്സ് ആണ് ആർക്ക് ലഭിക്കുന്നത്? ഇൻഡംനിറ്റി ഹോൾഡർക്ക് ലഭിക്കുന്നത്. റൈറ്റ് ടു റിക്കവർ ഡാമേജസ്, ദെൻ റൈറ്റ് ടു റിക്കവർ കോസ്റ്റ്, then right to recover sum paid, then suit for specific performance. Then next നമുക്ക് rights of an indemnifier or promiser നോക്കാം. ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ഇൻഡംനിഫയറുടെ അവകാശത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഇൻഡംനിറ്റി കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രോമിസ് നിർവഹിക്കുമ്പോൾ ഇൻഡംനിഫയറിന് എന്തൊക്കെ അവകാശങ്ങളുണ്ട് അതിനെക്കുറിച്ചിട്ട് ഏതിൽ പറയുന്നില്ല? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ പറയുന്നില്ല. പക്ഷേ അതേസമയം അതിനെ സംബന്ധിച്ചൊരു ക്ലാരിഫിക്കേഷൻ ഏതിൽ നൽകുന്നുണ്ട്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നൽകുന്നുണ്ട്. അപ്പോൾ അവരെ ക്ലാരിഫൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ an indemnifier enjoy the same right of a surety holder under section 141 of the Indian Contract Act. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ 141 141 വകുപ്പിലെ ഷുവർട്ടി ഹോൾഡർക്ക് അല്ലെങ്കിൽ ഒരു ഷുവർട്ടിക്ക് ജാമ്യം നിൽക്കുന്ന ആൾ, അവരെ നമ്മൾ ഷുവർട്ടി എന്ന് പറയാം. അപ്പം ഇങ്ങനെ ജാമ്യം നിൽക്കുന്ന ആളുകൾക്ക് ചില അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഷുവർട്ടിയുടെ എല്ലാ അവകാശങ്ങളും ആർക്കും ഉണ്ടായിരിക്കുന്ന പറയുന്നത്? ഇൻഡംനിറ്റി ഹോൾഡർക്കും ഉണ്ടായിരിക്കുന്ന പറയുന്നത്. നമ്മൾ ഷുവർട്ടി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലാണ് നമുക്ക് ഷുവർട്ടി വരുന്നത്. അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും ഷുവർട്ടിക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ആ സെയിം അവകാശങ്ങൾ തന്നെയാണ് 141 പറഞ്ഞിട്ടുള്ള അവകാശങ്ങളൊക്കെ തന്നെ ആർക്കുമുണ്ട്? ഇൻഡംനിഫയർക്കും ഉണ്ട്. അപ്പോൾ അതിലെ പറയുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് റൈറ്റ് ടു സബ്രോഗേഷൻ ആണ്.
റൈറ്റ് ടു സബ്രോഗേഷൻ. റൈറ്റ് ടു സബ്രോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻഡംനിഫയർ ഉണ്ടല്ലോ, ഇപ്പോൾ ഇൻഡംനിറ്റി ഹോൾഡർക്ക് ഒരു ലോസ് വന്ന് ഇൻഡംനിഫയർ ആ ലോസ് ഓർ ലയബിലിറ്റി കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദ ഇൻഡംനിഫയർ ഈസ് സബ്രോഗേറ്റഡ് ടു ഓൾ ദ റൈറ്റ്സ് ഓഫ് ഇൻഡംനിഫൈഡ്. പിന്നെ ഇൻഡംനിഫൈഡിൻ്റെ എല്ലാ അവകാശങ്ങളും, ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അവകാശങ്ങളും പിന്നെ ആർക്കായിരിക്കും? ഇൻഡംനിറ്റി ഹോൾഡർക്ക് ആയിരിക്കും. അതാണ് ഇതിൽ പറയുന്നത്, റൈറ്റ് ടു സബ്രോഗേഷനിൽ പറയുന്നത്. അതായത് ഓൺ പേയ്മെൻറ്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് ലോസ് ഓർ ലയബിലിറ്റി ടു ദ ഇൻഡംനിഫൈഡ്. അപ്പോൾ ഇൻഡംനിഫൈഡിൻ്റെ നഷ്ടം അല്ലെങ്കിൽ ബാധ്യത അതിന് വേണ്ട തുക നൽകിക്കഴിഞ്ഞാൽ ദ ഇൻഡംനിഫയർ ഈസ് സബ്രോഗേറ്റഡ് ടു ഓൾ റൈറ്റ്സ് ഓഫ് ഇൻഡംനിഫൈഡ്. പിന്നെ ഇൻഡംനിഫൈഡിൻ്റെ എല്ലാ അവകാശങ്ങളും ആർക്കുള്ളതായിരിക്കും? ഇൻഡംനിറ്റി ഹോൾഡർക്ക് ഉള്ളതായിരിക്കും. അതായത് ഹീസ് എൻറ്റൈറ്റിൽഡ് ടു ദ റൈറ്റ് ടു ഫയൽ സ്യൂട്ട് അഗെയിൻസ്റ്റ് എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ഫോർ ദ ലോസ്. ഇപ്പോൾ ഇൻഡംനിറ്റി ഹോൾഡർക്ക് നഷ്ടം വരുന്നതിന് കാരണമായിട്ടുള്ള ആള് അദ്ദേഹത്തിനെതിരെ കേസ് നൽകുന്നതിനെ. ദെൻ റൈറ്റ് ടു ക്ലെയിം ഓൾ സം പെയ്ഡ് ടു ദ ഇൻഡംനിഫൈഡ്. ഇൻഡംനിഫൈഡിൽ നൽകിയിട്ടുള്ള എല്ലാ സംസും അതുപോലെ തന്നെ ഡാമേജസ് മീൻസ് കോമ്പൻസേഷനാണ്, മോണിറ്ററി കോമ്പൻസേഷനും അതൊക്കെ ആ വ്യക്തിയിൽ നിന്ന് ലോസിനെ ലയബിളായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് ക്ലെയിം ചെയ്യുന്നതിനുള്ള അവകാശം ഇതെല്ലാം ആർക്കായിരിക്കും പിന്നെ വരുന്നത്? ഈ ഒരു ഇൻഡംനിഫയർക്ക് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ആരതി അവളുടെ വീട് GIC ഇൻഷുറൻസിൽ ഇൻഷൂർ ചെയ്തിട്ടുണ്ട് വിചാരിക്കുക, ഫയർ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക, ഫയർ ഇൻഷൂർ ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ വീട് കത്തി നശിച്ചു കഴിഞ്ഞാൽ ആര് കൊടുക്കും? GIC ഇൻഷൂർ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ ഗോമതി അവളുടെ അയൽവാസിയാണ്, അദ്ദേഹം എന്ത് ചെയ്തു? ഇവരുടെ വീടിന് തീയിട്ടു എന്ന് വിചാരിക്കുക, കത്തി നശിച്ചു. അപ്പോൾ ഫയർ ഇൻഷൂർ ആ ഹൗസ് നമ്മൾ ഫയർ ഇൻഷൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് ക്ലെയിം ചെയ്യുക? ഇൻഷുറൻസ് ഏജൻസിക്ക് അവരാണത് ജസ്റ്റ് എക്സാമ്പിൾ ഇൻഷുറൻസ് ഇവരാണ് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവർ മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ഇവർക്കെതിരെ കേസ് കൊടുക്കുന്നതിനും ഇവരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിക്കാനുള്ള റൈറ്റ് ആരതിക്കുണ്ട് ഇല്ലേ? ഇപ്പോൾ ഗോമതി തീയിട്ട് വീട് കത്തി നശിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടപരിഹാരം ഇവർക്കെതിരെ കേസ് കൊടുത്ത് നഷ്ടപരിഹാരം വാങ്ങിക്കാനുള്ള അവകാശം ആരതിക്കുണ്ടായിരിക്കും. പക്ഷേ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം അത് കോമ്പൻസേഷൻ നൽകിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഗോമതിക്കെതിരെ കേസ് കൊടുക്കുന്നതിനും ഈ ക്ലെയിംസ് വാങ്ങിക്കുന്നതിനുള്ള റൈറ്റ് പിന്നെ ആർക്കായിരിക്കും? ഇൻഷുറൻസ് കമ്പനിക്ക് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആരതിക്കുള്ള, അപ്പോൾ ഇൻഷുറൻസ് കമ്പനി കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരതിക്കുള്ള എല്ലാ അവകാശങ്ങളും പിന്നെ ആർക്കാണ് കിട്ടുന്നത്? ഇവരിലേക്ക് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് റൈറ്റ് ടു സബ്രോഗേഷനിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ടു ഇക്വിറ്റീസ് ആണ്. ഇതിൻ്റെ തന്നെ സബ്രോഗേഷൻ്റെ തന്നെ ഒരു വേരിയേഷൻ ആണ്. ഇവിടെ സബ്രോഗേഷനിൽ പിന്നെ ആരതിക്ക് പകരം പിന്നെ അവിടെ ആരാണ് വരുന്നത്? GIC ഇൻഷുറൻസ് കമ്പനിയാണ്. പിന്നെ അതിൻ്റെ എല്ലാ ഇതും ഇവർക്ക് പകരം ആ സ്ഥാനത്തേക്ക് ഇവർ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് റൈറ്റ് ടു സബ്രോഗേഷൻ. റൈറ്റ് ടു ഇക്വിറ്റീസിൽ നമ്മൾ പറയുന്നത് ആഫ്റ്റർ മേക്കിംഗ് പേയ്മെൻറ്റ്സ് ടു ദ ഇൻഡംനിഫൈഡ് ഫോർ ദ ലോസ്. ഇപ്പോൾ ഇൻഡംനിഫൈഡിനെ നഷ്ടം വന്നിട്ട്, ഇപ്പോൾ ആരതിയാണ് ഇവിടെ ഇൻഡംനിഫൈഡ്, GIC ഇൻഷുറൻസ് ആണ് ഇൻഡംനിഫയർ. അപ്പോൾ ഇൻഡംനിഫൈഡിന് നഷ്ടം വന്നു, അത് ആര് നൽകി? ആര് നൽകി? ഇവർ ഇൻഡംനിഫയർ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡംനിഫയർ ഈസ് എൻറ്റൈറ്റിൽഡ് ഫോർ ദ all equities which indemnified could have enforced against the third party liable for loss. ഇപ്പോൾ ഈ ഗോമതി തീയിട്ടിട്ടാണ് അത് വന്നത്. പക്ഷെ ഗോമതിക്കെതിരെ ആരതി കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓൾറെഡി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നഷ്ടപരിഹാരം ശരിക്കും കിട്ടും. അതിൻ്റെ അവകാശം ആർക്കായിരിക്കും? ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനി, അതായത് ഇൻഡംനിഫൈഡിനെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരിൽ നിന്ന് കിട്ടാനുള്ള നഷ്ടപരിഹാരം ആർക്ക് അവകാശപ്പെട്ടതാണ്? ഇൻഡംനിഫയറിനെ അവകാശപ്പെട്ടതാണ്. അതാണ് റൈറ്റ് ടു ഇക്വിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ആഫ്റ്റർ മേക്കിംഗ് പേയ്മെന്റ് ടു ദ ഇൻഡംനിഫൈഡ് ഫോർ ദ ലോസ്, ഇൻഡംനിഫയർ ഈസ് എൻടൈറ്റിൽഡ് ഫോർ ഓൾ ഇക്വിറ്റീസ് which indemnified could have enforced against the third party liable for loss. അപ്പോൾ ഗോമതിക്കെതിരെ കേസ് ആരതിയാണ് കൊടുത്തെങ്കിലും കൂടെ നഷ്ടപരിഹാരം ലഭിക്കുന്നത് ആർക്കായിരിക്കും? അതിനുള്ള അവകാശം ആർക്കായിരിക്കും? ഇൻഡംനിഫയർക്ക് ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ പേയ്മെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ. ഇതാണ് റൈറ്റ് ടു ഇക്വിറ്റീസ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റൈറ്റ് ടു റെഫ്യൂസ് ഇൻഡംനിറ്റി ആണ്. അതായത് ഇൻഡംനിഫയർ ഹാസ് ദ റൈറ്റ് ടു റെഫ്യൂസ് ഇൻഡംനിറ്റി. അപ്പോൾ ആ ഇൻഡംനിറ്റി അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യുന്നത് അയാൾക്ക് നിരസിക്കാം. അതായത് നഷ്ടം നികത്താമെന്ന് അയാൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ആ പ്രോമിസ് അദ്ദേഹത്തിന് നിരസിക്കാം. എങ്ങനെ? ദ ലോസ് കോസ്ഡ് ടു ദ ഇൻഡംനിറ്റി ഹോൾഡർ ഈസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദ കോൺട്രാക്ട്. അപ്പോൾ റൈറ്റ് ടു റെഫ്യൂസ് ഇൻഡംനിറ്റിയിൽ അതാണ് പറയുന്നത്, ഇൻഡംനിഫയർ ഹാസ് ദ റൈറ്റ് ടു റെഫ്യൂസ് ഇൻഡംനിറ്റി പ്രൊവൈഡഡ്. അപ്പോൾ നമ്മൾ നൽകിയിട്ടുള്ള പ്രോമിസസ് അല്ലെങ്കിൽ അത് നഷ്ടം നികത്താം എന്നുള്ള ആ ഒരു വാഗ്ദാനം ഇൻഡംനിഫയർക്ക് അത് നിരസിക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിൽ ദ ലോസ് കോസ്ഡ് ടു ദ ഇൻഡംനിറ്റി ഹോൾഡർ ഈസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദ കോൺട്രാക്ട്. ഇൻഡംനിറ്റി കോൺട്രാക്റ്റിന്റെ പരിധിക്ക് അപ്പുറത്താണ് അല്ലെങ്കിൽ പരിധിക്ക് അപ്പുറത്തേക്കാണ് അല്ലെങ്കിൽ അതിൻ്റെ പരിധിയിൽ പെടാത്തതാണ് ആ ലോസ് എങ്കിൽ, പരിധിക്ക് അപ്പുറത്തേക്കാണ് ലോസ് വരുന്നതെങ്കിൽ, പരിധിയിൽ പെടാത്തതാണെങ്കിൽ അത് അവർക്ക് എന്ത് ചെയ്യാം? ആ ഒരു കോൺട്രാക്റ്റ്, ആ ഒരു ഇൻഡംനിറ്റി റെഫ്യൂസ് ചെയ്യാനുള്ള അവകാശം, ആ ഒരു റൈറ്റ് ഇൻഡംനിഫയർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇൻഡംനിഫയറുടെ റൈറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ടു സബ്രോഗേഷൻ, റൈറ്റ് ടു ഇക്വിറ്റീസ്, റൈറ്റ് ടു റെഫ്യൂസ് ഇൻഡംനിറ്റി. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ആണ്. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ എ പേഴ്സൺ ഗിവ് എ ഗ്യാരണ്ടി ടു അനദർ പേഴ്സൺ either to performing a promise or discharging the liability of a third person, there arise a contract of guarantee. അപ്പം എങ്ങനെയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വരുന്നത്? വേറെ പേഴ്സൺ ഗിവ് എ ഗ്യാരണ്ടി ടു അനദർ പേഴ്സൺ, ഒരാൾ മറ്റൊരാൾക്ക് ഗ്യാരണ്ടി നൽകുന്നു. എന്തിനെ? ഐദർ ടു പെർഫോമിങ് എ പ്രോമിസ് ഓർ ഡിസ്ചാർജിങ് ദ ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ. അല്ലേ? ഒരു തേർഡ് പേഴ്സന്റെ ബാധ്യത നിറവേറ്റുന്നതിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം നടപ്പിലാക്കാമെന്നോ ഒരാൾ മറ്റൊരാൾക്ക് പ്രോമിസ് അല്ലെങ്കിൽ ഗ്യാരണ്ടി നൽകുക. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തേർഡ് പേഴ്സന്റെ ബാധ്യത നിറവേറ്റുന്നതിനോ അദ്ദേഹത്തിൻ്റെ പ്രോമിസ് വാഗ്ദാനം നടപ്പിലാക്കുന്നതിനോ ഗ്യാരണ്ടി നൽകുന്നതിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അജയ് ആൻഡ് ചന്ദ്രൻ 2 persons ആണ്. അജയ് ആൻഡ് ചന്ദ്രൻ 2 persons ആണ്. അപ്പോൾ അജയ് ചന്ദ്രൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു ബിനോയ്ക്ക് 1 lakh rupees കടം നൽകാനായിട്ട്. അപ്പോൾ അജയ് ചന്ദ്രൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ് ബിനോയ്ക്ക് 1 lakh rupees കടം നൽകാനായിട്ട്. അപ്പോൾ ഈ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രോമിസ് ഓർ ഗ്യാരണ്ടി കൂടെ അദ്ദേഹം നൽകുന്നുണ്ട്, ഒരു ഷുവർട്ടി നൽകുന്നുണ്ട്, ഒരു ജാമ്യം അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്നുണ്ട്. എന്താ അദ്ദേഹം നൽകുന്നത്? അതായത് ബിനോയ് ഈ പറഞ്ഞ എമൗണ്ട് അടച്ചിട്ടില്ലെങ്കിൽ, ബിനോയ് കറക്റ്റ് സമയത്തിനുള്ളിൽ 1 lakh rupees ചന്ദ്രനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഐ വിൽ ഗിവ് യുവർ മണി, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പണം തിരിച്ചു നൽകാം. അതാണ് ഇവിടെ പ്രോമിസ് അല്ലെങ്കിൽ ഗ്യാരണ്ടി നൽകുന്ന ഒരു ഉറപ്പ് നൽകുന്നത്. ഇതാണ്. അതായത് ഇപ്പോൾ ബിനോയ്
ഈ പണം കറക്റ്റ് സമയത്ത് തിരിച്ചു നൽകിയില്ലെങ്കിൽ ഐ വിൽ പേ, ഞാൻ തരും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റ്. അപ്പോൾ ഇവിടെ എന്താണ്, അജയ് ബിനോയ്ക്ക് വേണ്ടി ചന്ദ്രൻ്റെ അടുത്ത് ഗ്യാരണ്ടി നൽകുക ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടു എനേബിൾ എ പേഴ്സൺ ടു ഗെറ്റ് എ ഡെറ്റ് ഓർ ലോൺ ഓർ ടു ഗെറ്റ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ ഒരു വ്യക്തിക്ക് പണം കടമായിട്ട് ലഭിക്കുക, അല്ലെങ്കിൽ കടത്തിന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഒരാളെ അതിനെ എനേബിൾ ആക്കുക എന്നുള്ളതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 126 പറയുന്നത്, എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. ഇപ്പോൾ തേർഡ് പേഴ്സൺ അയാൾ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ, ഇപ്പോൾ അയാൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാധ്യത നിറവേറ്റാമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാധ്യത നിറവേറ്റാമെന്നോ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാമെന്നോ ഗ്യാരണ്ടി നൽകുക, അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ബിനോയ് ചന്ദ്രനെ പൈസ കൊടുത്തില്ലെങ്കിൽ ആ കൊടുക്കാനുള്ള പൈസ ഞാൻ നൽകും. കണ്ടോ, അപ്പോൾ ഇവിടെ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തേർഡ് പേഴ്സൺ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി അല്ലെ, അദ്ദേഹത്തിൻ്റെ ബാധ്യത നിറവേറ്റാമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോമിസ് നിർവഹിക്കാമെന്നോ, വാഗ്ദാനം അത് നിർവഹിക്കാം എന്നുള്ളത് ഉറപ്പ് നൽകുക, ഒരു ഗ്യാരണ്ടി നൽകുക, അതിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി പറയുന്നത്. ദർ ആർ 3 persons ഇൻ എവരി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലെ നമുക്ക് 3 persons ആണ് വരുന്നത്, 3 വ്യക്തികൾ ഉണ്ടായിരിക്കും അതിൽ ഒന്ന് ഷുവറിറ്റിയാണ്. ഷുവറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ ഹൂ ഗിവ് ദ ഗ്യാരണ്ടി, ആരാണോ ഗ്യാരണ്ടി നൽകുന്നത് അദ്ദേഹമാണ് ഷുവറിറ്റി. അപ്പൊ ഈ ഒരു കേസിൽ ആരാ ഗ്യാരണ്ടി നിൽക്കുന്നത്, അജയ് ആണ് ഗ്യാരണ്ടി നിൽക്കുന്നത്. അപ്പൊ ഇവിടെ അജയ് ആണ് ഷുവറിറ്റി എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡെറ്റർ ആണ്. അതായത് ദ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂസ് ഡിഫോൾട്ട് ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ. ആരുടെ ഡിഫോൾട്ടിനാണോ നമ്മൾ ഗ്യാരണ്ടി നൽകുന്നത് ആ വ്യക്തിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ബിനോയ് ഡിഫോൾട്ട് വരുത്തുമ്പോഴാണ് ആര് നിൽക്കുന്നത്, അജയ് അത് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പം ഇവിടെ ബിനോയ് ആണ് പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന് പറയുന്നത്. അപ്പം ആരുടെ ഡിഫോൾട്ടിനാണോ ഗ്യാരണ്ടി നിൽക്കുന്നത് ആ വ്യക്തിനെ നമ്മൾ എന്തു പറയും, പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന് പറയും. പിന്നെ വരുന്നത് ക്രെഡിറ്റർ ആണ്. അതായത് ദ പേഴ്സൺ ടു ഹൂം ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ. ആർക്കാണോ നമ്മൾ ഗ്യാരണ്ടി നൽകുന്നത് അദ്ദേഹത്തിനെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. അപ്പം ഇവിടെ ചന്ദ്രനാണ് ക്രെഡിറ്റർ ആയിട്ട് വരുന്നത്. അപ്പം ആർക്ക് വേണ്ടിയിട്ടാണോ ഗ്യാരണ്ടി നിൽക്കുന്നത് അദ്ദേഹത്തെ പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന് പറയും. ആർക്കാണോ ഉറപ്പ് നൽകുന്നത് അദ്ദേഹത്തെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. ദെൻ ഈ ഒരു ഇതിലെ നമുക്ക് 3 കോൺട്രാക്റ്റ് ആണ് വരിക. 3 പാർട്ടികൾ ഉള്ളതുപോലെ തന്നെ 3 കോൺട്രാക്റ്റും നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ബിറ്റ്വീൻ, ഒരു കോൺട്രാക്റ്റ് ഇതാണ്, കോൺട്രാക്റ്റ് ബിറ്റ്വീൻ പ്രിൻസിപ്പൽ ഡെറ്റർ ആൻഡ് ക്രെഡിറ്റർ. പ്രിൻസിപ്പൽ ഡെറ്ററും ക്രെഡിറ്ററും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും. അവർ തമ്മിലൊരു കരാറ്, വേർ ദ പ്രിൻസിപ്പൽ ഡെറ്റർ അഗ്രി ടു ഡിസ്ചാർജ് ദ ഡെറ്റ്, അല്ലെ ഈ 1 lakh rupees ഞാൻ തിരിച്ചു തന്നുകൊള്ളാം, ഇവരെ തമ്മിലുള്ള കോൺട്രാക്റ്റ്. പിന്നെ ഒരു കോൺട്രാക്റ്റ് വരുന്നത് ഷുവറിറ്റിയും ക്രെഡിറ്ററും തമ്മിലൊരു കോൺട്രാക്റ്റ് വരുന്നുണ്ട്. ഷുവറിറ്റിയും ക്രെഡിറ്ററും തമ്മിലൊരു കോൺട്രാക്റ്റ് വരുന്നുണ്ട്. ഷുവറിറ്റിയും ക്രെഡിറ്ററും തമ്മിലുള്ള കോൺട്രാക്റ്റ് എന്തായിരിക്കും അവർ തമ്മിലുള്ള കോൺട്രാക്റ്റ്? അതായത് ബിനോയ് ഡെറ്റ് നൽകുന്നില്ലെങ്കിൽ, പ്രിൻസിപ്പൽ ഡെറ്റർ ബാധ്യത നിറവേറ്റുന്നില്ലെങ്കിൽ, അത് അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ചെയ്തുകൊള്ളാം. അപ്പോൾ 1 lakh rupees ബിനോയ് നൽകിയില്ലെങ്കിൽ ഞാൻ നൽകിക്കൊള്ളാം. അതാണ് ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റ്. ദെൻ അജയ്, അതായത് ഷുവറിറ്റിയും പ്രിൻസിപ്പൽ ഡെറ്ററും തമ്മിലൊരു കോൺട്രാക്റ്റ് വരുന്നുണ്ട്. ഷുവറിറ്റിയും പ്രിൻസിപ്പൽ ഡെറ്ററും തമ്മിലൊരു കോൺട്രാക്റ്റ് വരുന്നുണ്ട്. അത് ഇൻഡംനിറ്റി കോൺട്രാക്റ്റ് ആണ് ഇവർ തമ്മിൽ വരുന്നത്. ഇവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് എന്താണ്?
ഇപ്പോൾ പ്രിൻസിപ്പൽ ഡെറ്റർ ഡിഫോൾട്ട് വരുത്തിയിട്ട് ഷുവർട്ടി ക്രെഡിറ്റർക്ക് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത് തരും. അതായത് പ്രിൻസിപ്പൽ ഡെറ്റർ കോമ്പൻസേറ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ടാണ് പ്രിൻസിപ്പൽ ഡെറ്ററും ഷുവർട്ടിയും തമ്മിലുള്ള കരാറ് വരുന്നത്. ഇങ്ങനെ 3 കോൺട്രാക്റ്റ് ആണ് ഇതിൽ വരുന്നത്, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റിയിലെ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിലെ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എസെൻഷ്യൽ ഇലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് ആണ്. അതായത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി മസ്റ്റ് സാറ്റിസ്ഫൈ ഓൾ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. വാലിഡ് കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ എസെൻഷ്യൽ ഇലമെൻറ്റ്സും ഏതിലും ഉണ്ടായിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് കൺകറൻസ് ആണ്. അതായത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഷുഡ് ഹാവ് കൺകറൻസ് ഓഫ് 3 പേഴ്സൺസ്, പ്രിൻസിപ്പൽ ഡെറ്റർ, ക്രെഡിറ്റർ ആൻഡ് ഷുവർട്ടി. അപ്പോൾ പ്രിൻസിപ്പൽ ഡെറ്ററും ക്രെഡിറ്ററും ഷുവർട്ടിയും അവരുടെ സമ്മതം, ഈ 3 പേരുടെയും ഒരേപോലെയുള്ളവരുടെ സമ്മതം ഉണ്ടായിരിക്കണം കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിക്ക്. ദെൻ തേർഡ് വൺ പറയുന്നത് ഡെറ്റോർ ലയബിലിറ്റി ആണ്. അതായത് ദർ മസ്റ്റ് ബി സംവൺ പ്രൈമർലി ലയബിൾ. അതായത് കോൺട്രാക്റ്റ് ഓഫ് ലയബിലിറ്റിയിലെ പ്രാഥമികമായിട്ട് ആർക്കെങ്കിലും ഒരു ബാധ്യത ഉണ്ടായിരിക്കണം. കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി മസ്റ്റ് ഹാവ് സംവൺ ലയബിൾ ആസ് പ്രിൻസിപ്പൽ ഡെറ്റർ അലോങ് വിത്ത് ദ ഷുവർട്ടി. അപ്പോൾ ഷുവർട്ടിയോടൊപ്പം തന്നെ ആർക്കും കൂടെ, പ്രിൻസിപ്പൽ ഡെറ്ററിനും കൂടെ അവിടെ ലയബിലിറ്റി വേണം. അപ്പോൾ പ്രിൻസിപ്പൽ ഡെറ്ററിന് ലയബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇതെന്താവുന്നുള്ളൂ, കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ആകുന്നുള്ളൂ. അതായത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിലെ ലയബിലിറ്റി ഷുഡ് ബി എക്സിസ്റ്റൻസ്. ലയബിലിറ്റി എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ലയബിലിറ്റി മീൻസ് ലയബിലിറ്റി വിച്ച് ഈസ് എൻഫോഴ്സിബിൾ അറ്റ് ലോ. അപ്പോൾ അവിടെ ലയബിലിറ്റി എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ബിനോയ് ചന്ദ്രനെ കൊടുക്കാൻ 1 lakh, അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ പ്രൈമറിലി ആര് ലയബിൾ ആണ്, ബിനോയ് ലയബിൾ ആണ് ഈ 1 lakh കൊടുക്കാനായിട്ട്. ബിനോയ് കൊടുത്തില്ലെങ്കിൽ മാത്രമാണ് ആർക്ക് വരുന്നുള്ളൂ, ഷുവർട്ടിക്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പ്രൈമറിലി അത് ലയബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺട്രാക്റ്റിൽ പറയുന്നത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ലയബിലിറ്റി ഷുഡ് ബി ഇൻ എക്സിസ്റ്റൻസ്. ദെൻ ആബ്സെൻസ് ഓഫ് പ്രൈമറി ലയബിലിറ്റി റെൻഡർ ദ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഇൻവാലിഡ്. അപ്പോൾ പ്രൈമറി ലയബിലിറ്റിയുടെ അഭാവത്തിൽ ഈ ഗ്യാരണ്ടി കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ പ്രിൻസിപ്പൽ ഡെറ്റർക്കാണ് പ്രൈമറി ലയബിലിറ്റി വരുന്നത്. ഇതിൻ്റെ ഈ പ്രൈമറി ലയബിലിറ്റിയുടെ അഭാവത്തിൽ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ഇൻവാലിഡ് ആണ്. അപ്പോൾ അവിടെ അതാണ് പറയുന്നത്, ദർ മസ്റ്റ് ബി സംവൺ പ്രൈമറിലി ലയബിൾ. ആരെങ്കിലും ഒരാൾ അവിടെ പ്രൈമറിലി ലയബിൾ ആയിരിക്കണം. അതാരായിരിക്കും, പ്രിൻസിപ്പൽ ഡെറ്റർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റൈറ്റിംഗ് ഈസ് നോട്ട് നെസസറി. അതായത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ക്യാൻ ബി ഐദർ റിട്ടൺ ഓർ ഓറൽ. അപ്പം അവിടെ എഴുതി തയ്യാറാക്കണമെന്നൊന്നുമില്ല, രേഖാമൂലം വേണമെന്നൊന്നുമില്ല. എങ്ങനെയാവാം, വാക്കാലോ രേഖാമൂലമോ ആവാം ഗ്യാരണ്ടി കോൺട്രാക്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഫ്രീ കൺസെൻറ്റ് ആൻഡ് നോ മിസ്റെപ്രസെൻറ്റേഷൻ. ഫ്രീ കൺസെൻറ്റ് ആൻഡ് നോ മിസ്റെപ്രസെൻറ്റേഷൻ. അതായത് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി ദർ മസ്റ്റ് ബി എ ഫ്രീ കൺസെൻറ്റ് ഓഫ് ഓൾ പാർട്ടീസ് കൺസേൺഡ്. ഇപ്പം ഈ ബന്ധപ്പെട്ട പാർട്ടികളുടെ ഫ്രീ കൺസെൻറ്റ് വേണം. ഇപ്പോൾ ഷുവർട്ടീനെ നമ്മളിങ്ങനെ തോക്ക് കാണിച്ചിട്ട് എനിക്ക് ജാമ്യം നിൽക്കാൻ പറയാം ആർക്ക്, പ്രിൻസിപ്പൽ ഡെറ്റർക്ക്. അങ്ങനെ തോക്ക് ചൂണ്ടിക്കാട്ടി ഷുവർട്ടീനെ ജാമ്യം നിർത്തി കഴിഞ്ഞാൽ ഇതെന്താവില്ല, വാലിഡ് കോൺട്രാക്റ്റ് ആവില്ല. അപ്പോൾ ഫ്രീ കൺസെൻറ്റ് വേണം. ആരും കമ്പൽ ചെയ്തിട്ടൊന്നും ആയിരിക്കരുത് അതിൽ വരുന്നത്. അതുപോലെ തന്നെ ഗ്യാരണ്ടി വിച്ച് ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ബൈ മിസ്റെപ്രസെൻറ്റേഷൻ. അതായത് ദ ഡെറ്റർ ഗെറ്റ് ദ ഗ്യാരണ്ടി ബൈ മിസ്റെപ്രസെൻറ്റിങ് ദ ഫാക്ട്സ് ടു ദ ഷുവർട്ടി. ഇപ്പം ഷുവർട്ടീനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് പ്രിൻസിപ്പൽ ഡെറ്റർ അദ്ദേഹത്തിൻ്റെ ജാമ്യം നേടിയിട്ടുള്ളതെങ്കിൽ ദ ഗ്യാരണ്ടി ഈസ് ഇൻവാലിഡ്. ആ ഗ്യാരണ്ടി എന്താണ്, ഇൻവാലിഡ് ആയിരിക്കും. അപ്പം മിസ്റെപ്രസെൻറ്റേഷൻ പാടില്ല, ഫ്രീ കൺസെൻറ്റ് വേണം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് കൺസീൽമെൻ്റ് ആണ്. അതായത് ദ ക്രെഡിറ്റർ ഷുഡ് ടെൽ ദ ഷുവർട്ടി
ഓൾ ഫാക്ട് വിച്ച് മൈറ്റ് അഫക്റ്റ് ദ ലയബിലിറ്റി ഓഫ് ദ ഷുവർട്ടി. ഇപ്പം ഷുവർട്ടിയുടെ ബാധ്യതയുമായിട്ട് അതിനെ അഫക്റ്റ് ചെയ്യുന്ന, ഷുവർട്ടിയുടെ ലയബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും ആരെ പറഞ്ഞിരിക്കണം? ക്രെഡിറ്റർ ഷുവർട്ടിയോട് പറഞ്ഞിരിക്കണം. അപ്പോൾ മെറ്റീരിയൽ ഫാക്ട്സ് ആർ കൺസീൽഡ് ബൈ ദ ക്രെഡിറ്റർ. അപ്പോൾ മെറ്റീരിയൽ ഫാക്ട്സ് മറച്ചു വെക്കുകയാണെങ്കിൽ, ക്രെഡിറ്റർ മറച്ചു വെക്കുകയാണെങ്കിൽ ഗ്യാരണ്ടി ഇൻവാലിഡ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പറയാം നമുക്ക് എന്ത്? 3 പാർട്ടീസ് അല്ലേ? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലെ 3 പാർട്ടീസ് ആണ് വരിക: പ്രിൻസിപ്പൽ, ഡെറ്റർ, ക്രെഡിറ്റർ ആൻഡ് ഷുവർട്ടി. Then 3 contracts ഉണ്ടായിരിക്കും. Contract between creditor and principal debtor, then contract between surety and creditor, then between surety and indemnity contract between surety and principal debtor. Then next നമുക്ക് എന്ത് പറയാം? Capacity to contract. അതായത് ടു ക്രിയേറ്റ് എ വാലിഡ് കോൺട്രാക്റ്റ് ഓൾ പാർട്ടീസ് മസ്റ്റ് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ്. അപ്പോൾ നമുക്കൊരു വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ കോൺട്രാക്റ്റ് വാലിഡ് ആകണമെങ്കിൽ അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എല്ലാ പാർട്ടീസും കോമ്പീറ്റൻ്റ് ആയിരിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിലെ ദ പ്രിൻസിപ്പൽ ഡെറ്റർ മെ നോട്ട് ബി എ പേഴ്സൺ കോമ്പീറ്റഡ് ടു കോൺട്രാക്റ്റ്. അപ്പോൾ ഇവിടെ കോൺട്രാക്ച്വൽ കോമ്പീറ്റൻസി ആർക്ക് വേണമെന്നില്ല? പ്രിൻസിപ്പൽ ഡെറ്ററിനെ വേണമെന്നില്ല. അയാൾക്ക് ഇൻകാപ്പബിൾ അല്ലെങ്കിലും, അയാൾക്ക് കോൺട്രാക്ച്വൽ കോമ്പീറ്റൻസി ഇല്ലെങ്കിലും ഏത് വാലിഡ് ആയിരിക്കും? കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി വാലിഡ് ആയിരിക്കും. പക്ഷേ ഇയാളുടെ ഈ ഒരു ഇൻകാപ്പബിലിറ്റി ആരറിഞ്ഞിരിക്കണം? ഷുവർട്ടി അറിഞ്ഞിരിക്കണം. ഷുവർട്ടി അറിഞ്ഞുകൊണ്ട് മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇയാൾ പ്രിൻസിപ്പൽ ഡെറ്റർ മൈനർ ആണെങ്കിലും കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി വാലിഡ് ആണ്, പക്ഷേ ഷുവർട്ടിക്ക് അറിയണം എന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഷുവർട്ടി ഈസ് പേഴ്സണലി ലയബിൾ ടു പേ ദ ഡെറ്റ്. ഷുവർട്ടി പേഴ്സണലി ലയബിൾ ആയിരിക്കും, പ്രിൻസിപ്പൽ ഡെറ്റർക്ക് ലയബിലിറ്റി ഉണ്ടാകില്ല. ദെൻ നെക്സ്റ്റ് നമുക്ക് എങ്ങനെ പറയാം? അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ. ഗ്യാരണ്ടി, ഷുവർട്ടി ഗ്യാരണ്ടി നൽകുന്നത് ആരുടെ റിക്വസ്റ്റ് പ്രകാരമായിരിക്കണം? പ്രിൻസിപ്പൽ ഡെറ്ററുടെ റിക്വസ്റ്റ് പ്രകാരമായിരിക്കണം. അപ്പോൾ പ്രിൻസിപ്പൽ ഡെറ്റർ ഇംപ്ലൈഡ്ലി ഓർ എക്സ്പ്രസ്ലി അയാൾ റിക്വസ്റ്റ് ചെയ്യണം ഷുവർട്ടിയുടെ അടുത്ത്. അപ്പോഴാണ് ഷുവർട്ടി ജാമ്യം നിൽക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് കൺസിഡറേഷൻ ആണ്. കൺസിഡറേഷനിൽ പറയുന്നത് ദർ മസ്റ്റ് ബി എ കൺസിഡറേഷൻ ഫോർ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലെ കൺസിഡറേഷൻ മസ്റ്റ് ആണ്, കൺസിഡറേഷൻ വേണം. എന്നാൽ ഹൗവർ ദർ നീഡ് നോട്ട് ബി എനി ഡയറക്റ്റ് ആൻഡ് സെപ്പറേറ്റ് കൺസിഡറേഷൻ ബിറ്റ്വീൻ ഷുവർട്ടി ആൻഡ് ക്രെഡിറ്റർ. ഷുവർട്ടിയും ക്രെഡിറ്ററും തമ്മിലുള്ള കോൺട്രാക്റ്റിലെ ഒരു ഡയറക്റ്റ് ഓർ സെപ്പറേറ്റ് കൺസിഡറേഷൻ വേണമെന്നില്ല. ഇപ്പം ഇവിടെ ഈ ഒരു കേസിൽ എങ്ങനെയാണ്? ചന്ദ്രനും ബിനോയും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ 1 lakh rupees ആണ് ഇവിടെ കൺസിഡറേഷൻ വരുന്നത് അല്ലേ? 1 lakh rupees ആണ്. പക്ഷേ ഇവിടെ നോക്കി നോക്കുക, ഷുവർട്ടിയും ക്രെഡിറ്ററും തമ്മിലൊരു കോൺട്രാക്റ്റ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കൺസിഡറേഷൻ ഒന്നുമില്ല. പക്ഷേ ഈ കൺസിഡറേഷൻ തന്നെ ഈ കോൺട്രാക്റ്റിനും സഫീഷ്യൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷുവർട്ടിയും ക്രെഡിറ്ററും തമ്മിലുള്ള കോൺട്രാക്റ്റിനെ ഒരു സെപ്പറേറ്റ് കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് കൺസിഡറേഷൻ വേണമെന്നില്ല. ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെറ്ററും അവർ തമ്മിലുള്ള കോൺട്രാക്റ്റിലെ കൺസിഡറേഷൻ തന്നെ ഷുവർട്ടിയും ക്രെഡിറ്ററും തമ്മിലുള്ള കോൺട്രാക്റ്റിന് സഫീഷ്യൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് കൺസിഡറേഷൻ മസ്റ്റ് ആണ്, പക്ഷേ ദർ നീഡ് നോട്ട് ബി എനി ഡയറക്റ്റ് ആൻഡ് സെപ്പറേറ്റ് കൺസിഡറേഷൻ ബിറ്റ്വീൻ ഷുവർട്ടി ആൻഡ് ക്രെഡിറ്റർ. ദെൻ ലാസ്റ്റ് വൺ നമുക്ക് എന്ത് പറയാം? പ്രൈമറി ആൻഡ് സെക്കൻഡറി ലയബിലിറ്റി ആണ് അല്ലേ? പ്രിൻസിപ്പൽ ഡെറ്ററിനാണ് പ്രൈമറി ലയബിലിറ്റി വരുന്നത്. ദ ലയബിലിറ്റി ഓഫ് ദ ഷുവർട്ടി വിൽ അറൈസസ് ഓൺലി വെൻ ദ പ്രിൻസിപ്പൽ ഡെറ്റർ മേക്ക് ഡിഫോൾട്ട് ഓഫ് പേയ്മെൻറ്റ്. അപ്പോൾ പ്രിൻസിപ്പൽ ഡെറ്റർ ഡിഫോൾട്ട് വരുത്തിയാൽ മാത്രമേ ആർക്ക് ലയബിലിറ്റി വരുന്നുള്ളൂ? ഷുവർട്ടിക്ക് ലയബിലിറ്റി വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ ഇൻഡെംനിറ്റി കോൺട്രാക്റ്റ് എന്താന്ന് പറഞ്ഞു, ഗ്യാരണ്ടി കോൺട്രാക്റ്റ് എന്താണെന്നുള്ളതും പറഞ്ഞു. ഗ്യാരണ്ടി കോൺട്രാക്റ്റിൽ വരുന്ന പാർട്ടീസ്, ദെൻ അതിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ
കണ്ടു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.